KSRTC പ്രിയദർശിനി യാത്ര മുടക്കി BJP. ബസ്സിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ കൂടിയാണ്. അതായത് ഇന്ദിരാ പ്രിയദർശിനി ഫ്രീ സർവീസ്, അതായത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളൊരു സ്കീം ഇവിടുത്തെ UDF സർക്കാർ ഇലക്ഷന് മുന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ KSRTC ബസ്സിലുമാണ് അവർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പം ഓർഡിനറി തൽക്കാലം ഒന്നാം ഘട്ടമായിട്ട് അവർ പറയുന്നത് ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ സർവീസ് ആക്കുമെന്നാണ്. ഇന്നത്തെ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യം പറയാനുള്ളത്, ഈ ഒരു സ്കീം ഇപ്പം നിലവിൽ കേരളത്തിൽ ആവശ്യമില്ലായിരുന്നു. പക്ഷേ മറ്റു സ്റ്റേറ്റുകളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഈ സംസ്ഥാനങ്ങളിലെല്ലാം നേരത്തെ ഈ ഒരു സ്കീം വന്നിട്ടുണ്ട്. അതും ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ UDF സർക്കാർ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പം ഈ നിലവിൽ ഇപ്പം KSRTC ഒക്കെ കുറച്ച് നഷ്ടത്തിലായിരുന്നു. കഴിഞ്ഞ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അല്പം ഗതാഗതത്തിന്, അതായത് KSRTC അല്പം ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലവിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം KSRTCക്ക് ഇതൊരു അനുയോജ്യമായുള്ളൊരു സ്കീമല്ല. പക്ഷേ ആ UDF സർക്കാർ പ്രഖ്യാപിച്ചും പോയി. പക്ഷേ ഇത് അല്ല പ്രശ്നം. കഴിഞ്ഞ ദിവസം ഇന്നലെ 9 മണിക്ക്, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു. ഏറെ പാസഞ്ചറും ഇത് സന്തോഷപൂർവ്വമായിട്ടാണ് ഈ ഒരു സ്കീം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിന് ഒരാഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഇത് ഫ്രീ സർവീസ്, മറ്റുള്ള ബസ്സുകളിൽ അത് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൂടാതെ കുറേ നല്ല പട്ടികളുമുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികളുമുണ്ട്, ചില അലവലാതി പട്ടികളുണ്ട്, ഈ തെരുവ് നായ്ക്കൾ, ഇങ്ങനെയുള്ള നായ്ക്കളുമുണ്ട്. അപ്പോൾ ഈ നായ്ക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് അറിയാലോ, ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിൽ വന്ന ഒരു വാർത്തയാണ്. ഈ റിപ്പോർട്ടർ TVക്കൊന്നും വേറെ ഒരു ജോലി ചെയ്യുക, ഈ തെരുവ് നായ്ക്കളെ കൂടെ വില പോലും ഇല്ലാത്ത കുറേ എണ്ണത്തിൻ്റെ വാർത്ത പിടിക്കാൻ. അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം. പ്രിയദർശിനി യാത്ര മുടക്കി BJP. ബസ്സിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഇലക്ഷൻ സമയം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇലക്ഷൻ സമയം കേരളത്തിലെ സകല ഗവൺമെന്റ് വണ്ടികളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചതും വോട്ട് നേടി ജയിച്ചതും. പക്ഷെ ജയിച്ചതിന് ശേഷം കേരളത്തിലുള്ള സ്ത്രീകളെ വഞ്ചിക്കുന്ന ഈ നടപടി ഗവൺമെന്റിന്റെ നടക്കുന്നതല്ല. വോട്ട് നേടി ഇതുവരെ ഞങ്ങൾ ഈ വണ്ടി വിട്ടിട്ടില്ല. ഇതുവരെ എത്ര നേരം ഉപയോഗപ്പെടുത്തി നോക്കും, പിന്നീട് മറ്റുള്ള വണ്ടികൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. അപ്പോഴേക്കും ഒരു തുടങ്ങിയില്ലല്ലോ. അപ്പോഴേക്കും ഇത് ഇന്നലെ റിപ്പോർട്ടർ TVയിൽ വന്ന ഒരു വാർത്തയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് 3 സീറ്റ് 140-ൽ 3 സീറ്റ് കിട്ടിയതിൻ്റെ കുത്തിക്കഴപ്പാണ് ഈ കാണിക്കുന്നത്. BJP പ്രവർത്തകർ കാണിക്കുന്നത്. ഈ അമ്മച്ചിമാർ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതായത് ഇവർ ഇലക്ഷൻ കഴിഞ്ഞ് UDF അധികാരത്തിലെത്തിയത്, ഇലക്ഷൻ റിസൾട്ട് വന്നത് മെയ് 4-നും അവർ അധികാരത്തിൽ വന്നത് മെയ് 18-നുമാണ്. അപ്പോൾ അതിന് ഇടയ്ക്ക് അവർ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർ സ്കീം വരുന്നതിന് മുന്നേ ഇവിടെ ബസ്സിൽ കയറി ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂസൻസ് ആണ്. ഇപ്പം ഈ ഓർഡിനറി ബസ്സിൽ വരുത്തില്ലെന്ന്, ഈ ഓർഡിനറി ബസ്സിൽ ഈ ഒരു സ്കീം ഇല്ലെന്ന് അവർ നേരത്തെ ഓർഡിനറി അല്ല, മറ്റേ അല്ലാത്തത് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതൊരു പബ്ലിക് ന്യൂസൻസ് അല്ലേ ഇവർ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള വിഷവിത്തുകൾ, നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇതേപോലുള്ള വിഷവിത്തുകൾ ഈ 3 സീറ്റ് കിട്ടിയതിൻ്റെ കഴപ്പാണ് ഈ കാണിക്കുന്നത്. ഇവരെ ഇതിന് വളരാൻ അനുവദിച്ചാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ ഒരു സ്കീം വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ പ്രിയദർശിനി സ്കീം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ജനങ്ങൾക്ക് പാസഞ്ചർക്ക് ഇത് ഉപകാരം ആയിട്ടുണ്ടെന്നറിയോ. ഇപ്പം നിലവിലെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, പോകുന്നവരുണ്ട്. അവർക്ക് ഒരു മാസം അവരുടെ കണക്കുകൂട്ടൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 5,000-6,000 രൂപ മാറ്റി വെക്കേണ്ടി വരും ഒരു വണ്ടിക്കൂലി തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഒരു കുടുംബത്തിന് 6,000 രൂപ അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭത്തിന് വേണ്ടിയല്ല, ഇത് അവർക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം. ഇത് ഈ റോസ് സാരി ഉടുത്ത അമ്മച്ചിയാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. ഇവർ പറയുന്നത് ഇലക്ഷന് മുന്നേ, ഇവർ BJP പ്രവർത്തകരാണ്, ഇലക്ഷന് മുന്നേ പ്രഖ്യാപിച്ചതെല്ലാം നടത്തണമെന്നാണ്. അപ്പോൾ ഈ മോദി സർക്കാർ ഈ പെട്രോളിന് വില, ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് വന്നിരിക്കുന്ന പെട്രോളിന് വില 60 രൂപയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വോട്ട് പിടിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യേ, 60 രൂപ എന്നിട്ട് ആക്കാൻ എന്ത് ചെയ്യേ? ഇപ്പം 106 രൂപ തന്നെ. അപ്പം
106 രൂപ ആക്കിയിട്ട് അതിപ്പോൾ 114 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഇപ്പം ഒന്നിനും കൊള്ളാത്ത MP, അതായത് തൃശ്ശൂരിൽ നിന്ന് പോയ MP യാക്കോബി MP പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനം പോലും ഇതേപോലെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്നിട്ട് അതെന്ത് പോയി? ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു സ്കീം വന്നോ വന്നില്ലയോ, ഇപ്പം അറിയാം നഷ്ടത്തിൽ ഈ KSRTC ഓടുന്നതെന്ന് അറിയാം. പക്ഷേ ഇവരൊരു സ്കീം വെച്ച് ഈ സ്കീം നടത്തിയില്ലെങ്കിൽ നിങ്ങൾ നിലത്ത് നിർത്തുമോ? ഈ ജനങ്ങൾ നിലത്ത് നിർത്തുമോ? ഇപ്പം BJP-കാരുടെ പ്രവർത്തനം അന്നേരം വേറെ ആയിരിക്കും. ഇവർ സ്കീം വെച്ചിട്ട് നടത്തിയില്ല. ഇപ്പോൾ ഈ സ്കീം ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോൾ തുടക്കം 1ാം ഘട്ടമായിട്ട് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്ന് അന്നേരം അവർക്ക് മറ്റേ ബസ്സിൽ ഇതുണ്ടാക്കണം, പ്രതിഷേധം ഉണ്ടാക്കണം. അതായത് മറ്റേ ബസ്സിൽ എത്രയോ പേര് വന്നിരുന്ന് യാത്ര ചെയ്യുന്നത്. അവിടെ പോയി ഈ വീഡിയോക്കകത്ത് അവർ കാണിക്കുന്നുണ്ട്, ആ പാസഞ്ചറിനെ വരെ ശല്യപ്പെടുത്തുമോ അവർ യാത്ര ചെയ്യാതെ. ഇപ്പം ഇതിനെയൊക്കെ പറയുകയാണെങ്കിൽ FIR ഇട്ട് ഇവരെ അകത്താക്കണം. അതാണ് വേണ്ട. ഈ അമ്മച്ചി, ഈ റോസ് താരിയിട്ടുള്ള അമ്മച്ചി, പിന്നെ വേറെ BJP പ്രവർത്തകർ വേറെ ഉണ്ട്, വെളിയിലുണ്ട് കുറേ എണ്ണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്. ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കണം. ഇത് കോട്ടയത്താണ് ഈ പ്രശ്നം നടന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം ഇത് പരസ്പരം സഹകരിച്ചാലേ ഈ ഒരു സ്കീം നല്ലോണം സക്സസ് ആകത്തുള്ളൂ. ഇപ്പോൾ ഭാവിയിൽ ഇപ്പം ഇവർക്ക് ഇനി 5 വർഷമുണ്ട്. ഇപ്പോൾ 1 മാസം കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. അവർക്ക് ഇനി 5 വർഷം ഇനിയും കിടപ്പുണ്ട്. ആ 5 വർഷത്തിൽ അവർ ചെയ്യട്ടെ. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, ചിലപ്പോൾ കോഴിക്കോട് വരെയൊക്കെ പോകുന്ന ബസ്സുകളുണ്ട്. അവിടെയൊക്കെ ഫ്രീ സർവീസ് ഉടനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അത് ഭാവിയിൽ, അതായത് വരും വർഷങ്ങളിൽ ചിലപ്പോൾ നടത്തുമായിരിക്കും. അതുവരെ സാവകാശം കൊടുക്കുക. ഈ പറയുന്ന ആരും, ഈ BJP സർക്കാർ പോലും ഇതുപോലെ പറഞ്ഞ സ്കീമൊന്നും ഫുള്ള് കേരളത്തിൽ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഇവിടെ കുറച്ച് പേർക്ക് വിവരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസ്, ഇതെന്ന് പറഞ്ഞാൽ ബാസ്റ്റഡ് പരിപാടിയായി കാണിക്കുന്നത്. പരസ്പരം ശല്യം ഉണ്ടാക്കണം, അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ 3 സീറ്റ് കിട്ടിയതിൻ്റെ അഹങ്കാരമാണ്. ഇപ്പോൾ ഇനി നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇനി അടുത്ത വർഷം ഈ 3 സീറ്റ് എടുത്ത് കളയണമെന്ന് വേണേൽ നിങ്ങൾ തന്നെ ആലോചിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള വിഷവിത്തുക്കളെ കേരളത്തിൽ കൊണ്ടുവരാതിരിക്കുക, അതാണ് വേണ്ടത്. ഇവർ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ തന്നെ ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. വരുത്തില്ല, അത് വേറെ കാര്യം, അത് ഒരിക്കലും വരുത്തില്ല. ഈ കേരളം ഉള്ളിടത്ത കാലം പോലും ഇനി വരുത്തില്ല. പക്ഷേ സീറ്റ് കൂട്ടണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഈ 3 സീറ്റ് കിട്ടിയതിൻ്റെ കഴപ്പാണ് ഈ കാണിക്കുന്നത്. അതായത് ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്ന ആ സ്കീം ഉപകാരമുള്ള എത്രയോ പേരുണ്ടെന്നറിയാം. അവർ യാത്ര ചെയ്യട്ടെ, ഇല്ലാത്തവർ വേണ്ട. പിന്നെ ഇത് പ്രൈവറ്റ് ബസ്സുകളിൽ ചിലപ്പം അവർക്ക് ഇതൊരു ദോഷമായിട്ട് മാറുമായിരിക്കും. പക്ഷേ അവർ അന്നത്ത് കയറാനുള്ളവർ അന്നത്തും കയറട്ടെ. അപ്പോൾ എന്തുമായാലും ഈ ഒരു പരസ്പരം സഹകരിച്ചല്ലേ ഈ ഒരു സ്കീം സക്സസ് ആകത്തുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് കയറി ഇതങ്ങ് ശല്യം. ഇതിപ്പം ഇവരുടെ ഉദ്ദേശം വേറെയാണ്. ഈ BJP സർക്കാരുടെ ഉദ്ദേശം വേറെയാണ്. നമുക്ക് തന്നെ അറിയാം. ഇവരെ കൊണ്ടുവരണം വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കലഞ്ഞൂർ പഠിക്കുന്ന സമയത്ത് യൂണിഫോം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ അന്ന് ക്ലാസ് ഉണ്ട്, യൂണിഫോം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ST തന്നില്ല. അപ്പോൾ അതേപോലെ ഞങ്ങൾ കുറേ പേര് ഉടക്കുണ്ടാക്കി വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ കൂലി മൊത്തം നമ്മൾ കൊടുക്കണം. അതേപോലെ KSRTC ഒതുക്കിയിട്ടിട്ട് കേസ് കൊടുക്കുക, ഫയൽ ചെയ്യുക, ഇതേപോലെ ഒരു ദിവസത്തെ നഷ്ടം പരിഹാരം തരാമെന്ന് പറയുക. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. തെരുവ് പട്ടികളായി ഇവർ കാണിക്കുന്ന പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.